ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരൂ, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും. പരാതിക്കാരിയോടും ഒപ്പം ചെന്നവരോടും വനിതാ എസ്ഐ മോശമായി പെരുമാറിയതായി പരാതി. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയത്. നിലമ്പൂർ സ്റ്റേഷനിലെ വനിതാ എസ്ഐക്കെതിരെയാണ് പരാതി. കഴിഞ്ഞ 11 വൈകുന്നേരം 6:30 പരാതിക്കാസ്പദമായ സംഭവം ഉണ്ടായതെന്ന് അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലെ യാത്രക്കാരിക്ക് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളിൽ നിന്നും മർദ്ദനമേൽക്കുകയായിരുന്നു. വിധവ കൂടിയായ പരാതിക്കാരി തന്നെ വിളിച്ചു സംഭവം പറഞ്ഞു. ജനറൽ സീറ്റിലിരുന്ന ഇവർ വടപ്പുറത്തെത്തിയപ്പോൾ ബത്തേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന യാത്രക്കാരിക്ക് സീറ്റ് നൽകി. ഇതിൽ പ്രകോപിതനായാണ് യാത്രക്കാരൻ ഇവരെ മർദ്ദിച്ചത്. സംഭവം കണ്ടക്ടറോട് പറയാൻ താൻ ആവശ്യപ്പെട്ടു. പരാതിയുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാമെന്ന് കണ്ടക്ടർ പറഞ്ഞതായി അവർ പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊള്ളാൻ താൻ പറഞ്ഞു. തുടർന്ന് 2 സഹപ്രവർത്തകരോട് ഒപ്പം താൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മർദ്ദിച്ച ആൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ പരാതിക്കാരിയെ നിർത്തിയും മർദ്ദിച്ചയാൾക്ക് ഇരിക്കാൻ സീറ്റ് നൽകുകയും ചെയ്തു. പരാതി വാങ്ങാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തതോടെ പരാതി സ്വീകരിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു. അത് എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാമെന്നും വൈസ് ചെയർപേഴ്സണായ തന്നെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിവിടാൻ പോലീസുകാരോട് SI ആവശ്യപ്പെട്ടുവെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പരാതിക്കാരി അവിടെ നിൽക്കുകയാണ്, പ്രതി അവിടെ നിൽക്കുകയാണ്. ഈ വനിതാ പോലീസാണ് ഈ കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വനിതാ പോലീസ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ബസ് യാത്ര അല്ലേ, ആരും അടിക്കണത് കണ്ടവരില്ല. ബസ് യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അടിക്കണത് ആരും കണ്ടതില്ല, നിങ്ങൾ പരസ്പരം വഴക്ക് കൂടണതേ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് മനഃപൂർവ്വം നിങ്ങളെ മേത്ത് തട്ടിയതായിരിക്കില്ല എന്നുള്ള രീതിയിൽ ആണ് ഈ വനിതാ പോലീസ് ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറയാൻ കാരണം, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമത്തിന് ശക്തമായി നിലകൊള്ളുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് നിലവിലുള്ളത്. ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, അവിടെ പോയി പരാതി പറയണം എന്നാവശ്യപ്പെട്ടത്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ പരാതി പറയുമ്പോൾ ഇത്തരം നിഷയെ പോലുള്ള ആളുകൾ പരാതിക്കാരിക്ക് ഒപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം നിൽക്കുന്ന രീതിയാവുമ്പോൾ ഇവിടത്തെ പോലീസുകാർക്ക് തന്നെ അത് ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു അപമാനകരമായിട്ടുള്ള കാര്യമാണ് നടന്നിട്ടുള്ളത്. അതിന് പുറമെ അവർ ചെയ്ത കാര്യം, നമ്മൾ അതിൽ ഇടപെട്ടു. അതായത് പരാതിക്കാരി കരയാൻ തുടങ്ങി. അതായത് നമ്മൾ മനഃപൂർവ്വം പറഞ്ഞതല്ല, എനിക്ക് ഇവരെ ഒരു പരിചയമില്ല, മുൻപരിചയമില്ല, അവരെന്നെ ആക്രമിക്കുകയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു, അതിന് കേസെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കേസെടുക്കാൻ തയ്യാറാവാതെ ഇവർ ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ അതിൽ കയറി ഇടപെട്ടപ്പോൾ ഇവരെ പിടിച്ച് പുറത്താക്കൂ എന്നുള്ള രീതിയിൽ മറ്റുള്ള പോലീസുകാരോട് പറഞ്ഞു. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ പിടിച്ച് പുറത്താക്കൂ, ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്, ഞാൻ ഈ പരാതിക്കാരിയുടെ ഒപ്പമാണ് അവിടെ പോയത്, ഒരു സ്ത്രീയാണ്, ഒരു വിധവയാണ്, ഇവർക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു ജനപ്രതിനിധിക്ക് പോലീസ് സ്റ്റേഷനിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാർക്കുൾപ്പെടെ നിർഭയം പരാതി നൽകാൻ അവസരം ഒരുക്കിയിട്ടുള്ള ഇടതു സർക്കാർ ഭരിക്കുമ്പോഴാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൂടിയായ തനിക്കുൾപ്പെടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുള്ളതെന്നും അവർ പറഞ്ഞു. കുട്ടികൾ, സ്ത്രീകൾ എന്നിവർക്ക് നീതി ഉറപ്പാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുന്ന സർക്കാരിനെ മോശമായി കാണിക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. ചൊവ്വാഴ്ച ചേരുന്ന നിലമ്പൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വനിതാ SIയുടെ നടപടിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. CPM നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അരുമ ജയകൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പോത്തുകല്ലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകല്ലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ. സാറ ഗോൾഡൻ ഡയമണ്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പോത്തുകൽ. പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഏവർക്കും സ്വാഗതം. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം.